ലൈവിനെ പരിശോധിക്കുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസാണ്. റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കൊച്ചിയിലെത്തും. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് സംഘം എത്തുന്നത്. റോയിയുടെ മരണത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകും വരെയും ഭാര്യയും മക്കളും ബംഗളൂരുവിൽ തുടരണമെന്ന് SIT നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോയിയുടെ മകന്റെ മൊഴിയിൽ അവ്യക്തത തുടരുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ മതിയായ രേഖകൾ ഹാജരാക്കാനും SIT നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, കർണാടക പോലീസ് സംഘം കൊച്ചിയിലേക്ക് എത്തുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്? പ്രത്യേകിച്ചും റോയിയുടെ ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് അറിയണം. ഇപ്പോഴും അക്കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണെന്ന് കുടുംബം പറയുമ്പോഴും ആ ഡയറിക്കുറിപ്പിലെ വിവരങ്ങളാണ് പല രീതിയിലുള്ള സംശയങ്ങളിലേക്കും വഴിവെക്കുന്നത്, അല്ലേ? ടോം, CJ റോയിയുടെ മരണത്തെ തുടർന്ന് പിന്നീട് വിപുലമായ ഒരു അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കൊച്ചിയിലേക്ക് പരിശോധനകൾക്ക് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കൃത്യതയിലേക്ക് എപ്പോഴാണ് പരിശോധനകൾ അല്ലെങ്കിൽ എപ്പോഴാണ് സംഘം എത്തുക എന്നതിലേക്ക് ഇതുവരെയും ഒരു തീരുമാനം അല്ലെങ്കിൽ അതൊരു പൊതു അറിയിപ്പ് എന്ന രീതിയിൽ അവർ ഏത് സമയവും വന്നേക്കാം എന്ന രീതിയിൽ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും അന്വേഷണം തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡയറി കുറിപ്പ് കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ബിസിനസ് പങ്കാളികൾ അല്ലെങ്കിൽ നിക്ഷേപകർ ഇത് ആരാണ് എന്താണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലേക്കുമാണ് അന്വേഷണം പ്രധാനമായും പോകുന്നത്. അതുകൊണ്ട് തന്നെ റോയിയുടെ കുടുംബാംഗങ്ങളോട് ബംഗളൂരുവിൽ തുടരുവാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റോയിയുടെ മകനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും ഫലവത്തായിട്ടില്ല. കാരണം കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ രേഖകളടക്കം ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാജരാക്കേണ്ടതും പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം പോവുകയാണ്. അതും അവർ ധരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ റോയിയുടെ കുടുംബം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് എന്നത് എല്ലാം തന്നെ പറഞ്ഞിരുന്നുവെങ്കിലും അതിൽ ഒരു പരാതിയായി ഇതുവരെ ഔദ്യോഗികമായ തലത്തിൽ നൽകിയിട്ടില്ല. അതൊരു ആരോപണവുമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പരാതികൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖാമൂലം തന്നെ നൽകണമെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിലപാടും അതാണ് അതിന്റെ ഒരു നടപടി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് രേഖാമൂലം തന്നെ സമർപ്പിക്കാനായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ സമർപ്പിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയും അത്തരം ഒരു പരാതി കുടുംബത്തിൽ നിന്ന് രേഖാമൂലമോ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഏതായാലും പരിശോധനകൾ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് റോയി അവസാനം നടത്തിയ, അതായത് വിദേശത്താണ് മറ്റ് ഡിജിറ്റൽ തെളിവുകൾ ഉള്ളത്. റോയി ഉപയോഗിച്ചിരുന്ന ഗാഡ്ജറ്റുകളടക്കം ഹാജരാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അതോടൊപ്പം ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും ഇക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഈ രേഖകളടക്കം കുടുംബം SITക്ക് കൈമാറിയിട്ടുണ്ടോ? അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയില്ല. കാരണം നേരത്തെയും തന്നെ കുറേയധികം രേഖകൾ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചി ഓഫീസുകൾ പരിശോധിച്ചപ്പോൾ കൂടുതൽ രേഖകളുടെ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് ബംഗളൂരുവിലേക്ക് എത്തുന്നത്. ബംഗളൂരിലൊരു പരിശോധന ഒരു പാതി വഴിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ആത്മഹത്യാ കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും കൂടുതൽ രേഖകൾ, ഡിജിറ്റൽ ഡിവൈസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ദുബായിലെ ഓഫീസിലാണ് എന്ന വിവരമാണ് റോയി നൽകുകയും ചെയ്തത്. എന്നാൽ അതിലേക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഇത്തരമൊരു പരിശോധനകൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ തുടരുകയാണ്. നടപടിക്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. കൂടുതൽ മൊഴിയെടുപ്പ് അടക്കമുള്ള ഇക്കാര്യങ്ങളിലേക്ക് വേണ്ടിവരും. പ്രത്യേകിച്ച് റോയിയുടെ ബിസിനസ് പങ്കാളികൾ ആരൊക്കെയാണ്, അതല്ലെങ്കിൽ അതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നവർ ആരാണ്, എന്താണ് എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പരിശോധനകൾ വേണ്ടി വരുമെന്ന നിലപാടിൽ തന്നെയാണ്. ചില സിനിമാ ബന്ധങ്ങളും സിനിമാ മേഖലയിലടക്കം റോയ് സജീവമായിരുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനകളും ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കൊച്ചിയിലേക്ക് എത്തുകയാണ്. അതായത് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.